മധ്യ കേരളത്തിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്ന ജില്ലകളിൽ ഒന്നാണ് എറണാകുളം. 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം 5ഇടത്ത് LDFും 9ഇടത്ത് UDFുമാണ് വിജയിച്ചത്. ആ സ്ഥിതി തുടരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. ഒപ്പം 1-2 സീറ്റുകൾ അധികം പിടിക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. എന്നാൽ എറണാകുളം ജില്ലയിൽ വലിയ തരത്തിലുള്ള ഒരു അട്ടിമറി വിജയത്തിലേക്ക് LDF എത്തിച്ചേരുമെന്നാണ് ഇടതു നേതാക്കൾ പറയുന്നത്. വലിയ തരത്തിലുള്ള മത്സരമാണ് എറണാകുളം ജില്ലയിലെ ഒട്ടുമിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും നടന്നത്. നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിലാണ് മത്സരം കടുകട്ടിയായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജില്ലയിൽ തീരദേശവും ഒപ്പം തന്നെ നഗരവും അതിനപ്പുറം സാധാരണ ആളുകളും ഗ്രാമങ്ങളും എല്ലാം ഒത്തുചേരുന്ന ഒരു ജില്ല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു കാര്യം പ്രവചിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കൂടി എറണാകുളത്തെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ LDFും UDFും തുല്യശക്തികളായി നിന്ന ഒരു കാഴ്ചയും ഇവിടെ ഉണ്ടായി. അതേസമയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള വിജയമാണ് UDF നേടിയത്. അത് തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ഈ 2 തിരഞ്ഞെടുപ്പുകളുടെയും പിൻബലം, അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെയും ഒപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെയും പിൻബലം UDFന് വലിയ തരത്തിലുള്ള ശക്തി പകരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. എന്തായാലും വലിയ മത്സരങ്ങളാണ് ജില്ലയിലെ ഒട്ടുമിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും നടക്കുന്നത്. BJPക്ക് എടുത്തു പറയത്തക്ക നേതാക്കന്മാരാരും തന്നെ എറണാകുളം ജില്ലയിൽ മത്സരരംഗത്തില്ലെങ്കിൽ തന്നെയും സമീപകാലത്ത് BJPക്ക് ഒപ്പം ചേർന്ന അല്ലെങ്കിൽ NDA മുന്നണിയിലേക്ക് എത്തിച്ചേർന്ന 2020 വലിയ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ NDAക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. കുന്നത്തുനാട് ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ തൃക്കാക്കരയിലും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറയിലും ഒക്കെ തന്നെ NDA സ്ഥാനാർത്ഥികളായി 2020 നിന്നുള്ള സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ് ഒരു സവിശേഷത. എന്തായാലും ഇവർക്ക് മത്സരരംഗത്ത് കാര്യമായ ഒരു വിജയം നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ വഴിമുടക്കികളാകാൻ NDA സ്ഥാനാർത്ഥികൾ കഴിയും എന്ന് ഒരു വിഭാഗം ആളുകൾ തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും താരപരിവേഷമുള്ള അഖിൽ മാരാർ ഉൾപ്പെടെയുള്ളവർ ഈ ജില്ലയിൽ നിന്നും വോട്ട് തേടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഇല്ലാതെ കടന്നുപോയി എങ്കിൽ തന്നെ എന്ന് പറയുമ്പോൾ തന്നെയും UDFനകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില തരത്തിലുള്ള കല്ലുകടികളുണ്ടായിരുന്നു. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് പ്രശ്നങ്ങളെല്ലാം മാറുകയും കോൺഗ്രസ് UDF നേതാക്കന്മാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയും എറണാകുളത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വോട്ടെടുപ്പിന് ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷയാണ് UDFും LDFും എറണാകുളം ജില്ലയിൽ പങ്കുവയ്ക്കുന്നത്. കാരണം എറണാകുളം ജില്ലയിൽ നേടുന്ന മേൽക്കൈ അത് കേരളത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണത്തിന് കാര്യമായി ബാധിക്കും എന്ന് തന്നെയാണ് ഇരു മുന്നണിയിലെ നേതാക്കന്മാരും പറയുന്നത്. എന്തായാലും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ എറണാകുളം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് നിർണായകമാകും എന്നുള്ളത് ഉറപ്പാണ്.